ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്താ വെച്ചാൽ വർക്കാണ് ആസ് യൂഷ്വൽ. അപ്പം ഇന്ന് വർക്ക് വരുന്നത് കോഴിക്കോടും പൊന്നാനിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കോഴിക്കോട് പോകും, പിന്നെയാണ് എനിക്ക് പൊന്നാനിക്ക് പോകാനുള്ളതും. അപ്പം ഞാനും ഫാസ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നു ആദ്യം കോഴിക്കോട്ടേക്ക് ഒരുമിച്ച് പോകാം. കാരണം നടക്കാവാണ് വർക്ക് വരുന്നത്, ഒരു ഓഫീസ് വരുന്നത് നടക്കാവാണ്, അപ്പോൾ സുഖമായല്ലോ. പക്ഷേ എങ്കിൽ ഇന്നൊരു ഡിസ് സംഭവിച്ചു. ഇന്നൊരുക്ക് 9 മണിക്ക് അവിടേക്ക് എത്തണം. അപ്പോൾ ഒരു 7:00 ഇവിടുന്ന് പോയിട്ടുണ്ട്. എനിക്ക് ഞാനിപ്പോൾ 9:34 ഇനി എനിക്ക് ബസ് കയറിക്കാണ്ട് പോകണം കോഴിക്കോടേക്ക്. അപ്പോൾ എൻ്റെ ടൂൾസിൻ്റെ ബോക്സ് കൊണ്ടൊക്കെ ഓല് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നേരെ സുഖിക്കാണ്ട് ബസ്സിൽ പോകാം. ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പൊന്നാനിക്കും ഞാൻ യാത്ര ചെയ്യണം, സ്കൂട്ടിയിൽ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം, പിന്നെ കോഴിക്കോടേക്കും ഞാൻ ഒറ്റയ്ക്ക് പോകണ്ട. അപ്പോൾ ആ ഒരു ഗ്യാപ്പെങ്കിലും ഒന്ന് റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എൻ്റെ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ വ്ളോഗിൽ ഇന്ന് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്ന് ഷിബിയും പിന്നെ ഫെമലിയാണ്. ഫെമലി നമ്മളെ സെയിം ചിൽ മൂഡുള്ള ആളാണ് കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷിബ കമ്പനി ഉണ്ട്, പക്ഷേങ്കിൽ നമ്മളൊരു സെയിം ഏജ് ഒന്നുമല്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ആ ഗ്യാപ്പിട്ട് കണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം ഞാനിന്ന് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം എല്ലാവർക്കും ജുമാ മുബാറക്ക്. നിങ്ങൾ എല്ലാവരും ഇതുപോലും ഇന്നിൻ്റെ ഫാമിലിനെയും ഉൾപ്പെടുത്താൻ ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് കാണാൻ ബായ്. ഞാനപ്പോൾ ഇങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്. ഞാൻ ഇതിൽ കൂടെ നടക്കൽ വളരെ ചുരുക്കമാണ്. അപ്പം ഇങ്ങനെ ചോദിക്കും എല്ലാവരും, പിന്നെ മരുമോളും കൂടെ ഒക്കെ അല്ലേ ഇവിടുത്തെ, എവിടുത്തെ കുട്ടിയാന്നൊക്കെ ചോദിക്കും. ഇതിൽ കൂടെ സത്യം പറഞ്ഞാൽ ഒറ്റക്ക് പോകാനൊക്കെ എനിക്ക് പേടുണ്ട് കേട്ടോ. കാരണം ഇത് പള്ളിക്കാടാണ്. എന്താ ഇത് നടക്കണേക്കൂടെ ഒന്നും ഇപ്പൊ ഖബറില്ല, അവിടെ ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ ഖബറുണ്ടെന്നൊക്കെ പറഞ്ഞു. നടന്ന് ഞാൻ റോട്ടിലെത്തി, മെയിൻ റോട്ടിലെത്തി കേട്ടോ. വെള്ളാമ്പ്രം അങ്ങാടിയിൽ ഒരു കോഴിക്കോട് ബസ് പോയി. പക്ഷെ ഞാൻ KSRTC പോകാനൊക്കെ ഇരുത്തുന്നത്. കാരണം ഈ ടൈം സ്കൂൾ കുട്ടികൾ അധികമുള്ള ടൈം ആയിക്കോലോ. അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഒരു പീസ്ഫുൾ ആകൂല യാത്ര, ഭയങ്കര കലപിലയാവും. ഞാനൊക്കെ പോയെന്ന് ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെ ഇങ്ങനെ ഫീൽ ചെയ്താൽ. ഞങ്ങളൊക്കെ ബസ് കയറിയപ്പോൾ വിറ്റേക്കാരം എല്ലാ കഥകളും, എല്ലാ പ്രേമ കഥകളൊക്കെ അപ്പോഴേക്കും പറയാം. പിന്നെ എല്ലാ ഗോസിപ്പും ടീച്ചർമാരെ കുറിച്ചും കുട്ടികളെ കുറിച്ച് കണ്ടിട്ട് എല്ലാ കുറ്റമറിച്ചിലും ഒക്കെ ബസ് നയിക്കാൻ പറയാം. ഒരു ടീം ഉണ്ടായിരുന്നു നെല്ലിക്കുത്തേക്ക്, അത് നല്ല രസമുള്ള കാലമായിരുന്നു. അങ്ങനെ ഈ 3 സീറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. വെയിലുണ്ട്, അപ്പോൾ വിൻഡോ സീറ്റിൽ ഇരിക്കാൻ വയ്യ. കുറയൂർ എത്തിയിട്ടുള്ളൂ. കുറയൂർ സ്കൂൾ ജബീലാൻ്റെ കല്യാണം കഴിച്ച് എടുക്കണം. അതിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയാം. പിന്നെ തന്നെ ഒരു ഹിന്ദിക്കാരനാണ് ആള്, ഫോണിൽ എന്തൊക്കെയോ പറയുന്നു, ഭയങ്കരമായിട്ടാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ഞാനങ്ങനെ കോഴിക്കോടെത്തി. കുറച്ച് ലേറ്റ് ആവും പറഞ്ഞിട്ടുണ്ട് പ്രവാസ് വരാൻ. സാഗർ ഹോട്ടൽ 12 മണിക്ക് കയറിയാൽ മതി കേട്ടോ. അപ്പം എന്തായാലും ബസ് ലേറ്റ് ആവും പറഞ്ഞു. അപ്പം ഞാൻ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കസവിലെ തായിഫിക്ക് വന്നു. പലത കളക്ഷൻസൊക്കെ ഉണ്ട്. ഇത് വാറൻ്റിയൊക്കെ ഉള്ള ചെരുപ്പാണ് പറഞ്ഞത്. അപ്പം എനിക്കെന്തായാലും വർക്കിനൊക്കെ പോകുമ്പോൾ നല്ലതാണ്. 3 ഇയർ വാറൻ്റി ഒക്കെ ഉണ്ട് പറഞ്ഞു. ഞാനപ്പോൾ അപ്പാർട്ട്മെൻറ്റിലെത്തിൻ്റെ ബ്രൈഡിൻ്റെ. എനിക്ക് നേരം വൈകൂലേ? ബ്യൂട്ടിഫുൾ സാരി. ഓ നല്ല ഓർഗൻസ് ആണ് കേട്ടോ ഈ ക്ലോത്ത്. ഇതാണ് ദുപ്പട്ട. കല്യാൺ കേന്ദ്രന്നാണ്. ഇത് സാറ്റിൻ ക്ലോത്തിൽ വരുന്ന അണ്ടർസ്കർട്ടാട്ടോ അവർ യൂസ് ആക്കുന്നത്. കാരണം അവർക്ക് ഭയങ്കര ആയിക്കാണ്ട് തിന്നയിക്കാണ്ടുള്ള ബാക്കാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് കുറച്ച് ബോർഡായിക്കാണ്ട് ഫീൽ ചെയ്യണം പറഞ്ഞപ്പോൾ സാറ്റിനാ. പൊതുവെ ബ്രൈഡ്സ് കോട്ടൺ ഫിഷ് കട്ട് അണ്ടർസ്കർട്ടാണ് ഞങ്ങൾ യൂസ് ആക്കാൻ പറയാറ്. ഞാനങ്ങനെ പൊന്നാനിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അത്യാവശ്യം ഓടി, ഏകദേശം 40 കിലോമീറ്റർ ഓടിക്കാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പള്ളി കണ്ടു. ഇതെനിക്ക് ഏതാ പള്ളി എന്നറിയില്ല.
എനിക്ക് അറിയണൊരു കമൻറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഏകദേശം എടരിക്കോട് പള്ളിയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഓക്കെ, ഇനി വീണ്ടും യാത്ര തുടരുന്നു. ഞാനങ്ങനെ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി. മുല്ലപ്പൂ പണ്ടത്തെ വീടിൻ്റെ കല്യാണങ്ങളൊക്കെ ഓർമ്മ വരും. ദ ഫെമല്ല ആൻഡ് മൈ ബ്യൂട്ടിഫുൾ ബ്രൈഡ്. പേരെന്താണ്? ഇർഫാൻ കേട്ടോ. ഇർഫാനിന്റെ മെഹന്തി ആണ്. തസ്നിയെ ഇത് ഷെറി തസ്നിന്റെ നാത്തൂനാണ് കേട്ടോ. മെയിനായിക്കണ്. ബ്രൈഡ് എന്താ ചെയ്യണേ? എവിടെ? ദുബായിലല്ലേ? സൂപ്പർ ആയിട്ടല്ലേ മേക്കപ്പ് ഒക്കെ? സാരി ചേഞ്ച് ചെയ്തിട്ട് കാണിക്കാം. ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ. ഇത് സെമി കാഞ്ചിപുരം ടിഷ്യൂ സിൽക്കിന്റെ സാരിയാണ്. ഫാമിലിയിൽ നിന്നല്ലേ? എവിടുത്തെ? പെരിന്തൽമണ്ണ? തിരൂര്. ഇതാണ് നമ്മളെ ബ്രൈഡ് ഇർഫാന. ഒരു ദേവസേനായിട്ടുണ്ട് മാഷാ അല്ലാഹ്. ഓർണമെന്റ്സ് ഒക്കെ അടിപൊളി കേട്ടോ. ഗോൾഡൻ കപ്പ് എന്നാണ്. ഈ സാരിക്ക് എത്ര റേറ്റ് ആവും ഇട്ടുണ്ടാകും നിങ്ങൾ കമന്റ് ചെയ്യേ. ഫാമിലിയിൽ നിന്നാണ്. ഹിപ് ചെയിൻ ഇട്ടപ്പോ ഈ സാരിന്റെ ഔട്ട്ലുക്ക് തന്നെ മാറി എന്ന് പറയാം. അത്രയും ഭംഗിയുള്ള ഹിപ് ചെയിന്. പിന്നെ മേക്കപ്പ് പിന്നെ ഒന്നും പറയാനില്ല. ആസ് യൂഷ്വൽ ഫെമല്ല പൊളിച്ചുകള്. എനിക്ക് ലേറ്റ് ഇടാതെ കേട്ടോ ബ്രൈഡിനെ ഭയങ്കരമായി കണ്ട് ഇഷ്ടായത്. സത്യം കുട്ടിക്കൊരു ഹിന്ദു ലുക്കിന് വേണ്ടത് അല്ലേ? ഹിന്ദു റീക്രിയേഷൻ അല്ലേ? ഒക്കെ ഒന്ന് മെച്ചായി വന്ന് നമ്മൾ തന്നെ പറയാം. നമ്മളെ മെഹന്തി ആക്കട്ടെ. പള്ളി കണ്ടില്ലേ? ഒരു മയത്തിലൊക്കെ ഇമോഷണൽ ആവുന്നുണ്ട്. പൊന്നാനിക്കാർ സ്നേഹാട്ടെ കാണുന്നത്. ഇവിടെ ഞങ്ങൾ വിടണില്ല. ഇതിന്റെ പേര് എന്താ അറിയോ? ഇറച്ചിപ്പത്തിരിയോ? ആണ്. എടുക്കണ്ട് ഒരു മുഖം. പൊന്നാനിയിൽ തിരിച്ചു വരുന്ന വഴിയാണ്. വട്ടപ്പാറ ഹൈവേയിൽ കേട്ടോ. ഇവിടുത്തെ ഒരു വ്യൂ അടിപൊളിയാണ്. ഇതിന്റെ പേരെന്താണ് ശരിക്കും? എന്താണ്? പനങ്കരിക്കാണോ പനന്നൊങ്കാണോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇത്രയും കാലം പനന്നൊങ്ക് എന്നാ പറഞ്ഞത്. അത് കണ്ടപ്പോൾ അത് വാങ്ങി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇതാ അവിടെ. എനിക്കത് ഇഷ്ടമാണ്. തേങ്ങ വെള്ളം കുടിക്കണം അതേ ഒരു മാതിരി തോന്നും. കോട്ടക്കൽ പുത്തൂരാണ് കേട്ടോ. ഇവിടെ ഭയങ്കര വൈബായിക്കൊണ്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. പണ്ടൊക്കെ ഇവിടെ കുറേ ഈ ടീ സ്റ്റോള്
അങ്ങനത്തെ പാനിപൂരി, മോമോസ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് അതൊക്കെ പൊളിച്ചു. ജസ്റ്റ് ഇങ്ങനെ കാറ്റ് കൊള്ളാൻ നല്ല രസമാണ് അവിടെ നിൽക്കാൻ. ചിലപ്പോൾ സെക്കൻഡ് വർക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ കോട്ടക്കൽ സൈഡ് ആകുമ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണ് തിരിക്കാറുണ്ട്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേ വർക്കിന് പോകാൻ നിൽക്കുകയാണ്. സമയം 2 മണി. കണ്ണൊക്കെ കണ്ടില്ലേ, ചുമന്ന് നിൽക്കുകയാണ്. കാരണം ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ട്. നിങ്ങൾക്കോ? നിങ്ങളാടനുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോട്ടെ. ഇന്ന് ഫസ്റ്റ് വർക്ക് വരുന്നത് പട്ടിക്കാടാണ്. അപ്പം അവിടെ പോയിട്ട് പിന്നെ നമുക്ക് കോട്ടക്കൽ പോകണം. കോട്ടക്കൽ പോയിട്ട് പട്ടിക്കാട് പിന്നെ വളാഞ്ചേരി. അപ്പം അവിടെ പോയി കഴിഞ്ഞിട്ടൊക്കെ അവിടേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ മറന്നിട്ടില്ലെങ്കിൽ ഞാൻ എടുക്കും. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ പുതിയ ഹെൽമെറ്റ്. ഞാൻ ഇന്നലെ വാങ്ങിയതാണ്. നിങ്ങൾക്ക് പഴയതാട്ടോ. ഞാൻ നെല്ലിക്കുത്ത് വന്ന്, കാരണം എൻ്റെ ചാർജർ അവിടെ മറന്നു വെച്ചീനു കേട്ടോ. അപ്പം അമ്മച്ചീനോട് ഞാൻ രാത്രി അവിടെ സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാർജറൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ പോവുകയാണ്. ഇവിടുന്ന് സാരി എന്നാ അങ്ങനെ കോട്ടക്കല് ചങ്കുവെട്ടിന്ന് കാരവൻസിന് ചായ എടുക്കാൻ ഇറങ്ങിട്ടോ. എന്തെടുക്കണ്ടെന്ന് കൺഫ്യൂഷനിലായി. രണ്ടാമത്തെ വർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഫെമലിൻ്റെ വീട്ടിലാണ്. സാരി എല്ലാം പ്രീപ്ലീറ്റ് ചെയ്ത്. ഈ സാരി ബാംഗ്ലൂരിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്തതാണ്. അറൗണ്ട് 3K സംതിങ് ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇന്നത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫെമലിലാണ്. അതായത് ഇന്നലെ നമ്മൾ പൊന്നാനി കണ്ട്. ഇന്ന് വീട്ടിലാട്ടോ, ഫെമലിൻ്റെ വീട്ടിലാണ്, തസ്നീൻ്റെ വീട്ടിൽ. ഇതൊരു യൂട്യൂബറാണ് അത്രേ. ഏതാ പേജ്? ക്രാഫ്റ്റാ? സൂപ്പർ. നേരത്തെ കണ്ട ബ്രൈഡല്ല. ഇപ്പോൾ ഈ എത്ര മിനിറ്റോടൊപ്പം ചേഞ്ച് ആക്കിയല്ലേ? കോംപ്ലിമെന്റ്. സൂപ്പറായിട്ടുണ്ട്. എൻ്റെ അവളവിടെ കിളിമഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടിട്ടോ. തെളുങ്ങുണ്ട് തസ്നി. ഈ എന്നെ ഉള്ളു. ഇതാരാ? ബ്രൈഡിന്റെ കസിനോ? ഞാൻ കണ്ടിട്ടില്ലേ? തസ്നിന്റെ പുതിയ അസിസ്റ്റന്റ് ആണ് കേട്ടോ. തസ്നീന്റെ ടൂൾസ് ആണ്. സൂം നാക്കണില്ല. അത് അത്രയും സീക്രട്ട് ആയി കണ്ട് കൊണ്ടിറക്കണതാ ഞങ്ങള്. പുറത്തേക്ക് വിടാറില്ല. അപ്പൊ ഇതാണ് നമ്മളെ ബ്രൈഡ്. എന്താണ് പേരെന്തേന്? ഫെർബിൻ. വെറൈറ്റി പേരാണ് കേട്ടോ. ഈ സാരി എവിടുന്നാടാ? ബാംഗ്ലൂരിൽ നിന്നല്ലേ? ഉമ്മയോളും പോയി കണ്ട് പർച്ചേസ് ചെയ്തതാണ്. ഒരു ബൾക്ക് പർച്ചേസ് ചെയ്ത് വന്നതാണ്. ഈ സാരിക്ക് അറൗണ്ട് 3K സംതിങ് ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല സാരിയാണ്. നമ്മളെ നാട്ടിലുള്ള ബ്രൈഡ്സിനൊക്കെ വേണമെങ്കിൽ അവിടെ പോയി കണ്ട് പർച്ചേസ് ആക്കാം. ലെഹങ്കൊക്കെ മേടിച്ചിട്ടുണ്ട് അല്ലേ? എത്രയായിരുന്നു ലെഹങ്കക്ക്? 6000. ആ സെയിം സാധനം നാട്ടിൽ ചോദിച്ചപ്പോൾ 30K സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇതിന്റെ മാറ്റം. ഇത് നല്ലതാണ് കേട്ടോ. ക്ലോത്തും എല്ലാം നല്ലതാണ്. നല്ല രീതിക്ക് തന്നെ പ്ലീറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ആൾ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. എന്നിട്ടും ഇവിടുത്തൊക്കെ നമുക്ക് നന്നായി കിട്ടിയിട്ടുണ്ട്. പ്ലീറ്റ്സ് ആണെങ്കിൽ തന്നെ 8 സെൻറ്റർ പ്ലീറ്റ്സും കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനർത്ഥം അത്യാവശ്യം ലെങ്ത് ഉണ്ട് എന്നുള്ളതാണ്. അറൗണ്ട് 5.5 അല്ലെങ്കിൽ 6 ഇതിൻ്റെ ലെങ്ത് ഉണ്ടാകും. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സെക്കൻഡ് ബ്രൈഡിൻ്റെ വിശേഷങ്ങൾ. ഫെമലിലെ മേക്കപ്പ് ചെയ്തത്. ഇവള് പിന്നെ സംഭവമായതുകൊണ്ട് മേക്കപ്പിനെ കുറിച്ച് പറയണ്ട. നമ്മൾ ഇന്നലെ നിർത്തി വ്ലോഗ് ചെയ്യുന്ന സ്ഥലത്തെത്തി കേട്ടോ.
അപ്പോൾ സെക്കൻഡ് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകുകയാണ്. അത് വളാഞ്ചേരി ആയിരുന്നു കേട്ടോ. അവർക്ക് ഓൾറെഡി ഒരു കൺസേൺ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെയും വർക്ക് ഡേൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വർക്ക് ഡേൻ്റെ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേഷനിലായിക്കാണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.